ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണീയം ദശകം 95 ധ്യാനയോഗം. മായാഗുണ സംസർഗത്താൽ ജീവാവസ്ഥ നേടിയനി സംസാരദൂരിതങ്ങളെ അനുഭവിപ്പോ. ഭക്തി കൊണ്ടു രജസ്തമോ ഗുണങ്ങളെ നശിപ്പിക്കും നിർഗുണനായി ഭഗവാനായി മാറിയിടും ഞാനും. സത്വഗുണം വർദ്ധിച്ചാലോ വിഷയഭോഗത്തിൻ ദോഷം ഉണ്ടെന്നറിവുണ്ടെങ്കിലും തടുക്കാനാകാ. ഇവയെ തടുത്തിടുവാൻ അവിടുത്തെ ഭക്തി മാത്രം ഒന്നേ തുണ എന്നു ഹംസരൂപിയരുളി. കർമ്മതൽപരായവർക്കു ഉദ്ഗതിക്കൂ പലതരം മാർഗമുണ്ട്, അവയെല്ലാം നാശം ഭവിക്കും. ഭക്തി തന്നെ ശ്രേഷ്ഠമെന്നു ഉദ്ധവനോടു നീ ചൊല്ലി ഭജിക്കുമ്പോഴുള്ള ആനന്ദം അതുല്യം തന്നെ. ഭഗവത്ഭക്തി കൊണ്ടു സന്തോഷിച്ചിടും ഭക്തന്മാർക്കു എവിടെയും സുഖമെന്ന് സ്ഥിതി കൈവരും. സ്വർഗം സത്യലോകം യോഗസിദ്ധികളോ എന്നു വേണ്ട, മോക്ഷം നേടാൻ പോലും അവൻ ആഗ്രഹിക്കില്ല. ഇന്ദ്രിയ സുഖം ഭക്തനെ കീഴടക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹത്തിനായി ഭക്തിയുണരും. അഗ്നി വിറകിനെ ദഹിപ്പിച്ചിടുന്ന പോലെ ഭക്തി നശിപ്പിക്കും പാപത്തെയും ഇന്ദ്രിയത്തെയും. ചിത്രാരത്വം രോമാഞ്ചവും ആനന്ദക്കണ്ണീരും കൊണ്ടു ചിത്തശുദ്ധിയുണ്ടാക്കിയിടും, സംശയം വേണ്ട. സിദ്ധജ്ഞാനം കണ്ണീനെന്ന് പോലെ സിദ്ധാഞ്ജനം കണ്ണീനെന്ന് പോലവേ തൊൽപാദ ഭക്തി സൂക്ഷ്മതത്വത്തിലെത്തിക്കും ദേവദേവേശ. ധ്യാനമാർഗം ശീലിക്കും ഞാൻ, വായുവിനെ വിജയിക്കും, ഹൃദയ കമലത്തിൽ നിൻ രൂപം ധ്യാനിക്കും. അഗ്നി മധ്യത്തിൽ മാറുവം പരമാത്മസ്വരൂപത്തെ അത്യാദര സമന്വിതം പൂജ നടത്തും. കറുത്ത ചീകൂരം നല്ല മകരകുണ്ടലങ്ങളും കൗസ്തുഭകാന്തി പകരും വനമാലയും. ശ്രീവത്സവും മുത്തുമാല പൊന്നിൻ നിറമുള്ള പട്ടും ചാർത്തിയതം രൂപം സദാ സ്മരിക്കുന്നു ഞാൻ. ഗുരുവായൂരപ്പ മനസ്സിനെ ഉറപ്പിച്ച ശേഷം പുഞ്ചിരിക്കും നിന്റെ മുഖം മനസ്സിൽ ചേർക്കും. ബ്രഹ്മത്തിൽ മുഴുകിക്കൊണ്ടു മറ്റൊന്നും ചിന്തിച്ചിടാതെ വീണ്ടും വീണ്ടും സമാധി പൂണ്ടവനായിടും. അഷ്ടാംഗയോഗം സ്വാധീനമാവുകിൽ വന്നു ചേർന്നിടും 8 സിദ്ധികളും നിന്നെ നേടാൻ വൈകിക്കും. വകവയ്ക്കുന്നില്ല ഇവ ആനന്ദം നിറഞ്ഞ നിന്നെ ആഗ്രഹിപ്പൂ ദുഃഖങ്ങളെ മാറ്റിത്തരേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.